ഹലോ വ്യൂവേഴ്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റം, അതിൻ്റെ പേര് റവ ലഡു. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. റവ 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, 3 ഏലക്ക തൊലി കളഞ്ഞ് പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണിത്. ഗീ, മിൽക്ക്, ലെമൺ കളർ കുറച്ച് ചേർക്കണം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് കുറച്ച്. ഇനി എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഫ്ലെയിമിലിട്ട് അത് ചൂടാകുമ്പോൾ ആ പാനിലേക്ക് നെയ്യ് 1 ടേബിൾ സ്പൂൺ, ചൂടായി വന്നിട്ടുള്ള ഈ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കുക. മൂത്തു എന്നാകുമ്പോൾ ഇതിൽ നിന്നും കോരി മാറ്റണം. ബാക്കി വന്ന നെയ്യ് അതിലേക്ക് റവ ഫ്ലെയിം കുറച്ചിടണം. എന്നിട്ട് റവ ഇട്ട് ഇളക്കുക. ചുവപ്പ് നിറമാകേണ്ട ആവശ്യമില്ല, എന്നാൽ നെയ്യായിട്ട് നന്നായി യോജിച്ച് റവ വരണം. റവ നെയ്യുമായി നന്നായി യോജിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നെയ്യുമായി യോജിച്ചു വന്നിട്ടുള്ള ചൂടായ ഈ റവയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഇളക്കുക. നെയ്യും പഞ്ചസാരയും റവയുമായി നന്നായി യോജിച്ചു വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടുകൊണ്ട് തന്നെ 3 സ്പൂൺ പാല് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. പാലുമായി യോജിച്ചു വന്ന ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുക. ഒന്നിളക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരൽപ്പം കളർ കൂടി ചേർത്ത് ഇളക്കി നന്നായി യോജിച്ചു എന്നാകുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് പകർത്തണം. എല്ലാതും നന്നായി യോജിച്ചു വന്നിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത്
ചൂടോടെ ഇതിനെ ഒരു പാത്രത്തിലേക്ക് പകർത്തുക. ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസാക്കി ഉരുട്ടി ചൂട് പോകുന്നതിന് മുൻപായി എല്ലാം ഉരുട്ടിയെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ ശരിക്കും ഇതുപോലെ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ റവ ലഡു തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റവ ലഡു തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.